എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടുന്ന് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യമാണെങ്കിലും ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഒരു5 മിനിറ്റ് നിങ്ങളുടെ കാതുകൾ എനിക്ക് തരണം. ഞാൻ നിർത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, പറഞ്ഞാൽ മതി വരില്ല. കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ അവസാനമായി പറയട്ടെ, നിങ്ങൾ ചോദിക്കും, മുത്തുനബിയെ എന്തിനാണ് സ്നേഹിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ എന്തിനാണ് സ്നേഹിക്കുന്നത്? ആ സ്നേഹത്തിന് ഇത്രയും വലിയ പ്രാധാന്യം എന്താണ് അറിയുമോ? മഹാന്മാരായ ഇമാമുകൾ എഴുതി വെക്കുന്നു. മഹാനായ അബ്ദുൽ ഹഖ് ദഹ്ലവി എന്നവർ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് വരുന്നു. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് വഫാത്താവുകയാണ്. അതാ മദീന മുഴുവനും കരയുകയാണ്. മദീനയിലെ മാമരങ്ങളെന്ന് പാട്ടുപാടിയില്ല, മർമരം മൂളിയില്ല. മദീനയിലെ മാമരങ്ങളെന്ന് ചലിച്ചില്ല. മദീനയിലെ മാൻപേടകളെന്ന് ആഹ്ലാദിച്ചില്ല. മദീന കരഞ്ഞു കരഞ്ഞു കുതിർന്നു പോയൊരു ദിവസം, അതേ മുത്തുനബി വഫാത്തായ ദിവസം. യാ റസൂലല്ലാഹ്, ശോഭിതം ജീവിതം നറുമുല്ലപ്പൂ പോലെ 14 തിളിരാവ് തെളിയോ തേനിലാമലരേ രാവിനിരുളിലൊളി പരത്തിയ താരകനൂറേ മിഴിച്ചിമ്മിയകിലം തേങ്ങി അങ്ങ് നടന്നൊരാളേ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നു. മദീന മുഴുവനും കരയുന്നു. എല്ലാവരും ചോദിച്ചു, ഇനി ആരാണ് ഞങ്ങൾക്ക് അവലംബം? ആരാണ് ഞങ്ങൾക്ക് ആശ്രയം? എവിടെയാണ് ഓടി ചെല്ലുന്നത്? എവിടേക്കാണ് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത്? ആരെയാണ് ഞങ്ങൾ ഇനി കാണുന്നത്? അവർ കരയുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ബോധം പോവുകയാണ്. ബിലാൽ എന്നവരതാ ബോധം നഷ്ടപ്പെട്ട് നടക്കുകയാണ്. സിദ്ദീഖുൽ അക്ബറി ലോകം മറക്കുകയാണ്. മദീന മുഴുവനും കരഞ്ഞു 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 നിൽക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാരമോള് ചോദിക്കുന്നു, ഉപ്പാനെ നമ്മൾക്ക് ഖബറടക്കണ്ടയോ? അതാ ഹൃദയം പടഞ്ഞു. എല്ലാരും കരഞ്ഞു. കരയാനാരുമില്ല. കാരണം ഈ ശരീരത്തെങ്ങനെയാ മണ്ണ് വാരിയിടുക? ഈ ശരീരത്തെങ്ങനെയാണ് മണ്ണ് വാരിയിടുക? എനിക്ക് പറ്റുമോ ആ റസൂലുള്ളാഹിന്റെ ശരീരത്ത് മണ്ണ് വാരിയിടാൻ? നിങ്ങൾക്ക് പറ്റുമോ റസൂലുള്ളാഹിന്റെ ശരീരത്ത് മണ്ണ് വാരിയിടാൻ? ഈ ആധുനിക ലോകത്ത് നമ്മൾക്കത് പറ്റില്ലെങ്കിലൊന്നും കൂടെ നിന്നവർക്കതെന്തായാലും പറ്റില്ല. അവര് കരഞ്ഞു കരഞ്ഞിരിക്കുമ്പോഴാണ് അവസാനം നബി തങ്ങളുടെ ജനാസ ഖബറിൽ വെക്കാനിറങ്ങുന്നു. അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം മദീനത്തുൽ മുനവ്വറയിലെ ഹുജറത്തുൽ ശരീഫയിലെ മണ്ണിലേക്ക് ചേർത്ത് വെച്ചിട്ട് സഹാബത്ത് നിന്ന് കരയുന്നു. ഇനി എന്ത് ലോകം റബ്ബി ഹബീബിലെ കൂടെ, ഇനി എന്ന് കാണും ഹസ്ബി കരളിന്റെ നൂറേ. യാ റസൂലല്ലാഹ്, കാണാനിനി പറ്റില്ല. അവസാനത്തെ കാഴ്ചയാണിതാ, അവസാനത്തെ നോട്ടമാണിതാ. ആ മുഖം കണ്ടാൽ ആർക്കും മതി വരില്ല. കണ്ണുകൾ ചിമ്മിയടയുന്ന ചിത്രശലഭങ്ങൾ പറന്നുയരും. ആ ചുണ്ടുകൾ പൂട്ടുമ്പോ റോസാദളങ്ങൾ വിടരുന്നത് പോലെ വരും. ആ പല്ലുകൾ കാണുമ്പോ മുല്ലമുട്ടുകളെ പോലെ തോന്നും. ആ ചിരി കാണുമ്പോ ഒരു
ഒരുപാട് മുത്തുകൾ ചിതറും. ആ പ്രിയപ്പെട്ട നബിതങ്ങളുടെ മുടി കാണുമ്പോഴോ അതാ അലകളിടങ്ങിയ സാഗരങ്ങളിലെ അലകൾ പോലെ തോന്നും. ആ മുഖം പോലെ ഒരു മുഖമാർക്കുമില്ല, ഇനി അത് കാണാൻ പറ്റില്ല. റസൂലുള്ളാഹിന്റെ ജനാസ ഖബറിൽ വെച്ചിട്ട് സഹാബത്ത് കരഞ്ഞു 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 കുതിരുമ്പോ അതാ അബ്ദുൽ ഹഖ് ദഹ്ലവി എന്നവർ എഴുതുകയാണ്, മുത്തുനബിയുടെ ഖബറിൽ നിന്ന് അവസാനം കേൾക്കുകയാണ്, ഇന്ന ആഖിറ മൻ ഖറജ മിൻ ഖബരിഹി ഇൻദ ദഫനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖൂലു റഅയ്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖബരി യുഹർരികു ശഫതൈഹി. അവസാനം കയറിയ ഇബ്നു അബ്ബാസ് എന്നവർ, ഇബ്നു അബ്ബാസ് അല്ല അബ്ബാസ് എന്നവർ കയറി വന്നിട്ട് പറയും, അതാ റഅയ്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖബരി യുഹർരികു ശഫതൈഹി. റസൂലുള്ളാഹിന്റെ ചുണ്ടുകൾ ഖബറിലിരുന്ന് ചലിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകൾ അനങ്ങുന്നു. ആ ചുണ്ടുകൾ അനങ്ങുമ്പോഴാണ് സഹാബത്ത് ചോദിക്കുന്നു, ഓ അബ്ബാസ് ഇറങ്ങി നോക്കൂ, എന്താണ് മുത്തുനബി പറയുന്നതെന്ന് നോക്കൂ. വഫാത്തായി ഖബറിൽ കിടന്ന അവസാനത്തെ മൂടുകളിലും വെക്കുമ്പോ ലോകത്തിന്റെ നേതാവ് പറയുന്നത് എന്താണെന്ന് കേൾക്കൂ. കൂടെ നിന്ന അബൂബക്കർ എന്നവരെ കുറിച്ചാണോ, അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയാണോ, ഉമർ ഇബ്നുൽ ഖത്താബിനെയാണോ, അലി ഇബ്നു അബീ താലിബിനെയാണോ, ആയിഷത്തു സുഹ്റായെയാണോ, ഫാത്തിമ എന്ന കരളിന്റെ കഷ്ണത്തെയാണോ, ആരെയാണ് ഈ അന്വേഷിക്കുന്നത്? ആ ചുണ്ടുകൾ ചലിക്കുന്നതൊന്ന് കേട്ടു നോക്കുമോ? അപ്പോഴാണ് മഹാനവറുകൾ ഖബറിൽ നിന്ന് കയറിയവർ വീണ്ടും ഇറങ്ങുകയാണ്. മഹാനവറുകൾ ഫഅദിനൈതുനി ലിഅസ്തമിഅ ഫൈദാഹു യഖൂൽ. അതാ അവിടുത്തെ ചുണ്ടുകൾ കൊണ്ട് അവിടുത്തെ ചെവികൾ കൊണ്ടു ചെന്ന റോസാദളങ്ങൾ പോലെ ഇരിക്കുന്ന റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ വെച്ചു, എന്താണ് നബിയെ ഖബറിൽ കിടന്നു പറയുന്നത്? അവസാനത്തെ പറച്ചിൽ എന്താണ് നബിയെ? എന്താണ് അവിടുത്തെ ആവശ്യം? ചിലര് ചോദിച്ചു ഉറങ്ങുവാണോ, ചിലര് ചോദിച്ചു നബി തങ്ങൾ ജീവിച്ചിരിക്കുകയാണോ. അതാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖബറിൽ കിടന്നിട്ട് ചുണ്ട് ചലിക്കുകയാണ്. മഹാന്മാരായ ഇമാമുകൾ എഴുതുന്നു, മദാരിജുൻ നുബുവ എന്ന ഗ്രന്ഥത്തിന്റെ 2-ാം വാള്യം 422-ാമത്തെ പേജിൽ കാണാം. മഹാനവറുകൾ ഇറങ്ങിയിട്ട് ഫഅദിനൈതുനി ലിഅസ്തമിഅ ഫഇദാഹു യഖൂൽ. ആ മുത്തുനബിയുടെ റോസാദളങ്ങളെ പോലെയുള്ള ചുണ്ടിൽ ചെവി ചേർത്തിട്ട് കാത്തിരുന്നു, എന്താണ് പറയുന്നത്? അതാ ചെവിയിൽ കർണപടങ്ങളിൽ ആ വാക്ക് വന്നലയടിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഖബറിൽ നിന്ന് പറഞ്ഞതെന്താ? സഹാബത്ത് ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോഴാണ് മഹാനവറുകൾ പൊട്ടിക്കരയുന്നു. ചോദിച്ചു, എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? അപ്പോഴാണ് മഹാനവറുകൾ പറയുന്നു, സ്വഹാബാ, നിങ്ങളുപോലെ കൂടെ നിന്നവരെ അന്വേഷിക്കുകയല്ല, കരളിന്റെ കഷ്ണമായ ഫാത്തിമയെ തിരക്കിയല്ല, മഹദിയായ ആയിഷ ബീവിയെ കുറിച്ചല്ല, മദീനയിലെ ഭരണപരിഷ്കാരങ്ങളെയല്ല, നമ്മളെ ഒരാളെയും നബി തങ്ങൾ വിളിക്കുന്നില്ല. നമ്മളാകുന്ന അനുചരന്മാരെ റസൂലുള്ള പറയുന്നില്ല. എന്റെ ചെവി കുണ്ടിൽ വന്നിട്ട് ആഞ്ഞടിക്കുന്ന വിളി എന്താണെന്നറിയുമോ? ഖബറിൽ കിടന്നെന്റെ നേതാവ് പറയുന്നതെന്താണെന്നറിയുമോ? കേൾക്കണേ ഉമ്മ, കേൾക്കണേ ഉപ്പ, കേൾക്കണേ ചെറുപ്പക്കാരാ. മഹാനായ അബ്ദുൽ ഹഖ് ദഹ്ലവി പറയുന്നു, മുത്തുനബി തങ്ങൾ പറയുന്നത് എന്താണെന്നറിയുമോ? യാ റബ്ബി യാ ഉമ്മത്തി, യാ ഉമ്മത്തി, യാ ഉമ്മത്തി,
കിളിക്കുണ്ടിലാണ് വരേണ്ടത്. അതേ കൂടെ നിന്നവരെ വിളിച്ചതല്ല, എന്നെയും നിങ്ങളെയുമാ വിളിച്ചത്. കബറടക്കിയ വാപ്പ കബറിൽ കിടന്നിട്ടൊരു മോനെ വിളിച്ചിട്ടില്ല. ഉമ്മാനെ കബറടക്കിയവരെ ഉമ്മ ഒരു മകനെയും ഇങ്ങനെ വിളിച്ചിട്ടില്ല. ഭാര്യയെ കബറടക്കിയ ഭർത്താക്കന്മാരെ ഭാര്യ ഇങ്ങനെ നിങ്ങളെ വിളിച്ചിട്ടില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും നിങ്ങളുടെയും നേതാവ് എന്നെയും നിങ്ങളെയും വിളിച്ചു. യാ ഉമ്മത്തി യാ ഉമ്മത്തി. ഈ സ്നേഹത്തിന് പകരം ലോകത്തൊരാൾക്കും ഒരു സ്നേഹം കാണിക്കാൻ പറ്റോ? എന്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും വിളിയിൽ ചെവിയിലാ വിളിയുടെ കാരണം സ്വഹാബത്തിനെ അല്ലല്ലോ വിളിച്ചത്, നമ്മളെയാണല്ലോ വിളിച്ചത്. അതേ നിങ്ങളുടെ ചെവികളിലെ വാക്കു മുഴങ്ങട്ടെ. നാളെ മുതൽ അനാവശ്യങ്ങൾ കുറങ്ങുമ്പോ, ഹറാമുകൾ പറയാൻ തോന്നുമ്പോ, അനാവശ്യ സംസാരം വരുമ്പോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചാടിയിറങ്ങുമ്പോ ചെവിയിൽ കേൾക്കട്ടെ. മദീനയിലെ ഹുജറത്തു ശരീഫയിൽ നിന്ന് ചെഞ്ചുണ്ടുകൾ കൊണ്ടെന്റെ നേതാവ് വിളിച്ചു. യാ ഉമ്മത്തി അന്ത ഉമ്മന അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഓ മുഅ്മിനായ മനുഷ്യ, നമ്മളുടെ സ്നേഹമിനി ആർക്കാണ് കൊടുക്കേണ്ടത്? ഖബറിൽ കിടക്കവരെ നമ്മളെ വിളിച്ച നേതാവിനാണോ? അല്ല ദുനിയാവിലെ രാഷ്ട്രീയക്കാർക്ക്, സിനിമക്കാർക്ക്, തമ്പുരാക്കന്മാർക്കാണോ? ചിന്തിക്കാൻ ഈ രാത്രി നിങ്ങൾ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മൾക്കെല്ലാം.